ഇല്ല, വെറുതെ പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞേ. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാള് ചാക്യാരാണോ എന്നൊരു സംശയം ഉണ്ടാവേ. സംശയിക്കണ്ടാട്ടോ, ശരിയായി ചാക്യാരല്ല. നമ്മുടെ സംഘാടകർ മൊത്തം പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഇത്രയും ചരിത്രം ഇറങ്ങുന്ന ദേവാലയത്തിലെ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങള് വേഷം കെട്ടി വന്നിട്ട് നമ്മുടെ ആളുകളോടൊക്കെ ഒന്ന് പറയണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം വേഷം കെട്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ഇതിന്റെ പുറകില് അഹോരാത്രം കഷ്ടപ്പെട്ട നല്ല മനസ്സിന്റെ ഉടമകളായ സംഘാടകർക്ക്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വിഹാരിയച്ഛൻ, മറ്റു കൈക്കാരന്മാര്, ആ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ ഇപ്പൊ തന്ന കയ്യടി പോരാ കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും മടിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്ന കയ്യടി പോരാ, ഒരു പട്ടക്കം പൊട്ട രീതിയിൽ കയ്യടി എല്ലാവരും ചേർന്ന് കൊടുത്തി അങ്ങോട്ട്. പടക്കം പൊട്ടുന്ന രീതി എന്ന് പറയുമ്പോൾ അവിടെ നിന്നിട്ട് ഒരു വിദ്യാർത്ഥി ഒരു വരലിക്ക് ഇതിങ്ങനെ നല്ലോണം പടക്കം പൊട്ടും. മടിയാണെന്നേ, ഈ മലയാളിക്ക് മടിയാ അല്ലേ? ഇങ്ങനെ കൈയടിക്കാൻ മടിയാ, പണിക്ക് പോകാൻ മടിയാ. മൊബൈലിൽ കിട്ടണ്ടോ സാറേ? കിട്ടണ്ടോ? ഒരു കയ്യടി ഇദ്ദേഹത്തിന് കൊടുത്തോളൂ കേട്ടോ. എന്ന് വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഉമ്മറ മാത്രമേ പെടാവൂ കേട്ടോ. ഉമ്മറ തന്നെ കാണാൻ വലിയ ഭംഗിയില്ല. എന്ന് വെച്ചാല് രാജാവിനെ പോലും ആക്ഷേപിക്കാൻ കഴിവുള്ള ആളുകളാണ് ചാക്യാരന്മാര്. അപ്പൊ ചിന്തിക്കണ്ടാവും, ഞങ്ങളുടെ ഈ ദേവാലയത്തിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ആക്ഷേപിക്കുന്നു. ആരും ആക്ഷേപിക്കില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ ആക്ഷേപിച്ചാലും വലിയ കുഴപ്പമില്ല. ഇപ്പൊ ആക്ഷേപിച്ച് കഴിഞ്ഞിട്ടില്ല, എപ്പോഴാ പക്കിന് കുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആരും ആക്ഷേപിക്കില്ല. അപ്പൊ ഇങ്ങനെ കൈയടിക്കാൻ മടിക്കുന്നോണ്ട് എന്തുണ്ടായിന്നറിയോ? ഇപ്പൊ ഇതിങ്ങനെ ഒരു വിരലിക്ക് ഇതിങ്ങനെ കൈയടിച്ച വിദ്യാർത്ഥി അറിയാൻ വേണ്ടി പറയാണ് കേട്ടോ. മലയാളി ഇങ്ങനെ മടിച്ച് കൈയടിക്കാൻ മടിച്ച്, പണിക്ക് പോവാൻ മടിച്ച് ഇന്ന് ചാലക്കുടിയിലൊക്കെ ഒട്ടുമിക്ക ഹോട്ടലിൽ കയറി ഭക്ഷണം കിട്ടണമെങ്കിൽ സാറേ ഹിന്ദിയിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാര്യം എന്താണെന്നറിയോ? പറഞ്ഞോ, ബംഗാളികൾ വന്നിരിക്കുന്നു. ഒരു കയ്യടി സാറിന് കൊടുത്തു കേട്ടോ. എന്തായാലും ചാക്യാരായിട്ട് ആദ്യമായിട്ട് ഒരു കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞ ഒരു ചെറിയൊരു സ്നേഹ സമ്മാനമാണ്. ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുശുമ്പ് കാണിച്ചിരിക്കണം. ഒരു കയ്യടി ഇദ്ദേഹത്തിന് കൂടി അങ്ങോട്ട് കൊടുക്കുക. ആ മടിയൊക്കെ അങ്ങോട്ട് മാറട്ടെ അല്ലേ? ഇന്ന് മലയാളിക്ക് ഭക്ഷണം കിട്ടണേ ഹിന്ദി സംസാരിക്കേണ്ട അവസ്ഥയാ. കാര്യം എന്താ? ആനപ്പുറത്ത് കയറാൻ ബംഗാളി, തെക്കുമ്പോ കയറാൻ ബംഗാളി, കാറ്ററിംഗ് സർവീസിൽ നിന്ന് അവിടെ ബംഗാളി അല്ലേ? എല്ലാത്തിനും ബംഗാളി. പള്ളിയിലെ പൊന്നും കുരിശ് നോക്കാൻ വരെ ബംഗാളികളെ ഏൽപ്പിച്ച നാടാ നമ്മുടെ ഈ കേരളേ. അപ്പോ മലയാളി ഇങ്ങനെ മടിച്ച് എന്തിനും ഏതിനും ബംഗാളികളെ ആശ്രയിക്കുമ്പോ ഈ ബംഗാളികൾ അറിയാൻ വേണ്ടി നീ റെക്കമെൻഡ് ചെയ്യാൻ വന്ന ആളാണോ? ഒരു കൈഡി മുതലിൽ കൊടുത്ത് ഇനി വല്ലതും പറഞ്ഞാൽ നല്ല കൈഡി കിട്ടൂട്ടോ അല്ലെ? എന്ന് വെച്ചാൽ കുട്ടികൾ നമ്മുടെ നാടിന്റെ സ്വത്താണ് അല്ലേ? അപ്പൊ എന്തിനും ഏതിനും ബംഗാളികൾ ആശ്രയിക്കുന്ന മലയാളികൾ അറിയാൻ വേണ്ടി ഈ നാട്ടിലൊരു പെൺകുട്ടി ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ട്. ഏതാണെന്നറിയോ? ഞാൻ പാടാ, കൂടെ കൈയടിക്കോ? ആ തബല ചേട്ടന്മാരെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോ തുടങ്ങിക്കോട്ടെ. എവിടെ തിരിഞ്ഞാലും ബംഗാളി, താളത്തിന് എല്ലാവരും ചേർന്നിട്ടാണോ? എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. ഹാർബറിലുണ്ട് ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി. ഹാർബറിലുണ്ട് ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി. തെങ്ങുമ്മ കയറാനും ബംഗാളി, ഇന്ന് മുങ്ങി നടക്കണം മലയാളി. തെങ്ങുമ്മ കയറാനും ബംഗാളി, ഇന്ന് മുങ്ങി നടക്കണം മലയാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ എന്തൊരു അന്തസ്. കാരണം നമ്മൾ മലയാളിയുടെ മടീനെ കുറിച്ചിട്ടാ പറയണേ. ഇനി എന്തായാലും ഈ കൂട്ടത്തിലല്ലേ ഇവിടെ ഒരു ബംഗാളികൾ ഇല്ലാന്ന് വിചാരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോണേ, ഏതാ ബംഗാളി ഏതാ മലയാളിന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേരളം. പക്ഷേ ഒട്ടുമിക്ക മലയാളിനെ നമുക്ക് തിരിച്ചറിയാന്നേ. ഏത് നാട്ടിൽ ചെന്നാലും മലയാളിനെ തിരിച്ചറിയാൻ മാർഗമുണ്ട്. എന്താണെന്നറിയോ? ആ വയറുമളിക്ക് നോക്കുക, കോട്ടവയറുള്ളവൻ ആരോ അവൻ മലയാളിയായിരിക്കും. എന്താ കാര്യം? പൊത്തി പിടിക്കേണ്ട സാറേ ഞാൻ കണ്ടു. വെറുതെ ഇതിനെ ബട്ടൺസ് പൊട്ടിച്ചളയുന്നേ. ഒരു കയ്യടി വെറുതെ ആ കുടവേറുള്ള ചേട്ടന്മാർക്ക് എന്താ വെച്ചാലേ മടിയാണെന്നേ. അപ്പൊ എന്തായാലും ഇവിടെ മടിയില്ലാത്തരാന്ന് ഉറപ്പിക്കാൻ വെറുതെ വേണ്ട. ഒരു മനുഷ്യൻ ഒരു ദിവസത്തില് 30 പ്രാവശ്യം, എത്ര പ്രാവശ്യം? 30 പ്രാവശ്യം. ഈ 30-ന് ഒരു കൈയടി കൊടുത്ത് ഒരു കൈയടി കൊടുത്ത് ഒരു മനുഷ്യന് ഒരു ദിവസത്തില് 30 പ്രാവശ്യം കൈയടിച്ച മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരില്ല എന്ന് പറഞ്ഞേക്കണേ. സ്ത്രീകൾക്ക് സൗന്ദര്യം പെട്ടെന്ന് കൂടുന്നു. ചിരിയൊക്കെയല്ലേ ഇവിടെ 30 പ്രാവശ്യം പോയിട്ട് 3 പ്രാവശ്യം പോലും കൈയടിക്കാൻ സമയമുണ്ടോ? സ്ത്രീകൾ എപ്പോഴാ കൈയടിക്കുക? അടുക്കളയിൽ നിൽക്കുമ്പോ കൈയടിക്കാറുണ്ടോ?
അങ്ങനെ കൈയടിച്ച് കെട്ടിയോന്റെ മനസ്സിൽ ലഡു കിട്ടും. അവൾക്ക് ഭ്രാന്തായി നടക്കളയിൽ വെറുതെ കൈയടിക്കണല്ലേ. എന്നാ ഒരു സമ്മാനം ഇരിക്കട്ടെ. എന്താ വെച്ചാല് മാതാവിന്റെ തിരുനടയിൽ നടക്കുന്ന പരിപാടിയല്ലേ. ഇവിടെ 3 അല്ല 30 അല്ല, ഈ ജീവിതകാലം മുഴുവൻ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും സൗന്ദര്യം കൂടുവാനൊക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. ഒരാൾക്ക് പോലും ഒരു അസുഖം വരാതിരിക്കട്ടെ. നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് കൈയടി കൊടുത്തേ കൊടുത്തില്ലേ? ഒരാൾക്ക് പോലും അസുഖം വരാതിരിക്കട്ടെ. ഇവിടെ മിഠായി ചോദിച്ച ആളോട് ചോദിക്കാം, നമ്മുടെ നാട് ഏതാ? ഇങ്ങോട്ട് വന്നേ, ഞാൻ ഒരാളെ കൊണ്ടുപോകണ്ട കേട്ടാ. വാ, ചോദിക്കാനാണ്. ഒരാൾ മതി. ഒരു കൈയടി കുട്ടികൾക്ക് കൊടുക്കാമോ? നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ ആ വേദിയിലേക്ക് കയറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പുറത്തുകൂടെ വന്നത്. അനുവാദം തരുമോ? കയറിക്കോട്ടെ, വേദിയിലേക്ക് കയറിക്കോട്ടെ. ഒരു കയ്യടി എന്നുകൊണ്ട് അറിയിക്കാവോ? വാ, ഒരു കുട്ടി വന്നേ. ഇതൊന്നും ചവിട്ടി കളയരുത് കേട്ടോ. ആയിക്കോട്ടെ, സന്തോഷമുണ്ട്. എല്ലാ തബല ചേട്ടന്മാർക്കും നന്ദിയുണ്ട് കേട്ടോ, സന്തോഷം. അപ്പൊ ഇതൊന്ന് നീക്കി വെച്ചിട്ടെ ഇയാൾക്കൊരു മിഠായി തരാനാണ്. ഇയാൾക്ക് കയ്യടിയില്ലേ? എന്തൊരു വിളിച്ച് കാണാൻ സുന്ദരൻ. പേരെന്ന് പറഞ്ഞ് ഓർക്കെ പറഞ്ഞു, നേരത്തെ പറഞ്ഞ അതേ രീതിയില്. എത്രയിലാ പഠിക്കണേ? പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാ? മലയാളം. ഏത് സ്കൂളിലാ പഠിക്കണേന്ന് പറഞ്ഞ്? ഇവിടെ വെച്ചാ ചൗക്കയില്. ആ സ്കൂളിന്റെ പേരറിയോ? ആ സ്കൂളിൽ ഒട്ടുമിക്ക കുട്ടികളും പറയുന്നുണ്ട് കേട്ടോ. ചാക്യാര് നേരത്തെ ചോദിച്ചു, മലയാളം ബുദ്ധിമുട്ടാ ചാക്യാരെ? മലയാളം ബുദ്ധിമുട്ടാ. അങ്ങനെ എല്ലാ കുട്ടികളും ഒരുപോലെ പറയുന്നത് മലയാളം ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ ഇയാളുടെ മാത്രം കുഴപ്പമില്ല. അതാ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറിനും കൂടിയാ അല്ലേ? കമ്മിറ്റിക്കാരെ ഒന്ന് കേട്ടോട്ടെ, ആ ടീച്ചറെ ഒന്ന് മാറ്റിയ ഫുൾ A+ ആണ് നിൽക്കുന്നത് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മലയാളം പഠിക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, സംസാരിക്കാൻ എളുപ്പമല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയും ആരൊക്കെ ഉണ്ട്. ഒന്നുകൂടി. കുട്ടികൾക്ക് തിരക്കണമെന്നേ ഇല്ലേ? ചിരിക്കണ്ട, അത് നിഷ്കളങ്കതയുടെ മലയാളമാണ് ഈ കേൾക്കണത്. അതായത് മലയാളത്തെ കുറിച്ച് കവികൾ പാടിയേക്കണേ, മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. താങ്ക് യു. ഒരു കയ്യടി കൊടുത്തോളൂ കേട്ടോ. പക്ഷെ ബംഗാളികളെ കുറിച്ച് പാടും ചെയ്തേ. എപ്പോഴാ കുത്തിട്ടണേന്ന് അറിയില്ല, അവർ പേടിച്ച് നിൽക്കായിരുന്നു. സമ്മാനം തരാനാന്ന് അറിഞ്ഞില്ല. സന്തോഷം. ഇത് ഇയാൾക്ക് ഇരിക്കട്ടെ സമ്മാനം. ആയിക്കോട്ടെ അല്ലേ? മലയാളത്തെ കുറിച്ച് കവികൾ പാടിയേക്കണത്, മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. ഇളനീർ മധുരം കിനിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം. ഹൃദയ തിരുമൊഴി മലയാളം. നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം അല്ലേ? നല്ല രീതിയിൽ സംസാരിക്കില്ലേ മലയാളം? സംസാരിക്കില്ലേ? അതായത് നമ്മുടെയൊക്കെ രക്തത്തില് മലയാളം ഉണ്ട്. ഇയാളുടെ രക്തത്തിൽ മലയാളം ഉണ്ടോ? ഉണ്ട്. അതായത് കവികൾ പാടിയേക്കണത്, അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലലിഞ്ഞു മലയാളം. അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. അൻപാണല്ലോ മലയാളം. അതായത് അമ്മ ഉറങ്ങുവാനായിട്ട് ചെറുപ്പത്തില് താരാട്ടുപാട്ട് പാടിത്തരും. ഇയാൾക്ക് പാടി തന്നിട്ടുണ്ടോ? ഏത് പാട്ടമ്മ പാടാറ്? മണിപാളി. അറിയില്ല. അമ്മ പാടി തന്നിട്ട് അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോവും ഇല്ലേ? നമുക്കൊക്കെ പാടി തന്നിട്ടില്ലേ നമ്മുടെ അമ്മ താരാട്ടുപാട്ട്? കൃഷ്ണേന്ദു പാടി തന്നിട്ടില്ലേ? എത്രയോ മനോഹരമായ താരാട്ടുപാട്ടുകള്. അച്ഛനും അമ്മയും ചാരത്ത് നിൽപ്പൂ, ഓടിക്കോ കാത്തേ നീ ഒച്ച വയ്ക്കാതെ. കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യല്ല. അത് പഴയ കാലത്തെ പാട്ടാ. ഉണ്ണി വാവോ പൊന്നുണ്ണി. കേട്ടിട്ടില്ലേ? അമ്മമാർക്ക് വാക്കുകളൊന്നും വേണ്ട. അല്ലേ? കുട്ടികൾ ഉറക്കാനായിട്ട് എത്ര മനോഹരമായ താരാട്ടുപാട്ടുകളാണ് നമ്മുടെ അമ്മമാര് പാടുക. ഈ പാട്ടിലൂടെയൊക്കെ മലയാളം നമ്മുടെ രക്തത്തിലുണ്ടെന്ന് പറയണേ. ഇയാളുടെ രക്തത്തിൽ മലയാളം ഇല്ലേ? അപ്പൊ തെറ്റാണ്ട് സംസാരിച്ചൂടെ മലയാളം അല്ലേ? കുട്ടിയെ കൊണ്ട് ഞാൻ മലയാളം സംസാരിപ്പിക്കാൻ പോകണം. മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയെ കൊണ്ടാണ് മലയാളം വളരെ ഈസി ആയിട്ട് സംസാരിപ്പിക്കണേ. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഈസി ആയിട്ട് സംസാരിപ്പിക്കാൻ പോകാം. കുട്ടി പറയുന്നത് കൃത്യമാണെങ്കിൽ കയ്യടി കൊടുക്കണേ. ഉറക്കെ പറയണേ, ചമ്പക്കര ചമ്പക്കര ചമ്പക്കര. ഇത്രയേ ഉള്ളൂ. ഈ ബുദ്ധിമുട്ടുള്ള ആളാ. കൃത്യമാണെങ്കിൽ കയ്യടി കൊടുക്കണം കേട്ടോ. കൃത്യമാണ്. ഒന്നുകൂടി പറഞ്ഞോക്കെ, ചമ്പക്കര ചമ്പക്കര. ഇനി ഒരു എളുപ്പമുള്ള വാക്കുകൂടി തരാം, തങ്കപ്പൻ തങ്കപ്പൻ. ഈ 2 വാക്കും തെറ്റൂലല്ലോ? തെറ്റാൻ പാടില്ല. ഇങ്ങനെയാണ്. ഈ കുട്ടീനെ കണ്ട് നിങ്ങൾ മലയാളം പഠിക്കുക. ഒന്ന് പറഞ്ഞു കൊടുത്തേ, ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ.
ഞാൻ മലയാളത്തെ കുറിച്ച് എന്തൊരു തള്ളാതല്ലേ. മാമ്പൂ പിന്മണ ചമ്പക്കര തങ്കപ്പൻ മിഞ്ഞപ്പാൽ തുള്ളികളായി പറയൂ. ആരെങ്കിലും ഒരാൾ വരുമോ? വാ വേഗം വാ. കണ്ണാട വെച്ച ആള് നോക്കി കണ്ടു വായോ കേട്ടോ. വേഗം തലയെ താഴേക്ക് എത്തും. ആകെ വള്ളിയുള്ളതുമില്ലേ. ഒരു കൈഡി കൊടുത്തേ. കണ്ണാടക്കാരൻ ഒരു കൈഡി കൊടുത്തേ. ഇയാൾ അതൊന്നും പറയണ്ട. ചമ്പക്കര തങ്കപ്പനൊന്നും വേണ്ട. നമുക്ക് വളരെ എളുപ്പമുള്ള ആ കുഞ്ചിയമ്മയുടെ പാട്ടൊന്ന് പാടി. കുഞ്ചിയമ്മക്കൻ കുട്ടികൾ പാടുമ്പോ കൂടെ കൈയടിക്കണോട്ടാ. കുഞ്ചിയമ്മക്കഞ്ച് മക്കളാണ്. അഞ്ചാമനോ വരെ കുഞ്ചു വരെ പഞ്ചാര വിച്ചു നടന്നു കുഞ്ചു. മതി മതി മതി. കയ്യടി കൊടുക്ക്. ഭാവിയിലെ നാട്ടിലെ താരങ്ങളാണ് അവര്. അപ്പോ ഇത്തരത്തിലുള്ള നിറയെ കലാകാരന്മാരും കലാകാരികളാണ് ഇവിടെ ഇരിക്കണേന്നേ ചാക്യാർക്ക് അറിയാന്നേ. ചാക്യാരുടെ സ്ഥലം പൂലാനിയാണ്. അപ്പൊ ചൗക്കേനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അറിയാം. അപ്പൊ കുഞ്ചിയമ്മ എന്ന് പറയാൻ എളുപ്പമല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. കുഞ്ചിയമ്മ ഓർക്ക പറയണ. കുഞ്ചിയമ്മ കിണ്ടി കഴിച്ചപ്പോ എന്താ അങ്ങനെ ഒരു ചിരി? ഈ കുട്ടികളെ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഇതാണ് മലയാളി. ഇവര് തെറ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ മധുരം മലയാളം പഠിപ്പിക്കാ കുട്ടീനെ. മലയാളം ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് കുഞ്ചിയമ്മ കിണ്ടി കഴിച്ചപ്പോ കിണ്ടി കുണ്ടില് വീണു. വേണ്ട 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 വേണ്ട. റിസ്ക് എടുക്കണ്ട. ഒരു കൈയടി കൊടുത്തോളൂ. ഒരു കുട്ടി പോയിരുന്നോളൂ. ഒരു കൈയടി ഈ രണ്ട് കുട്ടികളും കൊടുത്തോ. ഇനി ആ ചിരിച്ചവർക്കാർക്കെങ്കിലും കിണ്ടി വീണോ? അതാണ് മലയാളി എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അവര് തെറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും നമ്മൾ എങ്കയോ പോയിട്ടെ നമ്മുടെ ചിന്തകള്. അപ്പൊ ചിന്ത എന്ന് പറയുമ്പോഴേ അല്ലേ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട്. പരശുരാമനൊരു മഴുവെറിഞ്ഞതിനു പകരമായി കിട്ടി കേരളം. ആ മഹാനിന്ന് വെറുതെ ഓർക്കുന്നു ചെയ്തതെന്തിനീ മാരണം. അദ്ദേഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചാനെ. കാര്യം എന്താണെന്നറിയോ? 2025 പറഞ്ഞപ്പോഴേ വലിയ സംഭവങ്ങളാണ് അരങ്ങേറിയിക്കണേ. കുഞ്ഞുമക്കൾ കേൾക്കണം കേട്ടോ. എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് അപ്പനെയും അമ്മയെയും ഗുരുക്കന്മാരെയും ദൈവത്തെ പോലെ കാണണം അല്ലേ? അങ്ങനെ പഠിച്ചിട്ടില്ലേ നിങ്ങള്? കാണപ്പെട്ട ദൈവങ്ങളാണ് നമ്മുടെ അമ്മയും അപ്പനും അല്ലേ? 2025 താങ്ക് യു പറയാൻ വേണ്ടി വന്നതാണ് ആ കുട്ടി. ഒരു കൈഡി കൊടുത്തിട്ട് ശരിട്ടാ. ആയിക്കോട്ടെ, സന്തോഷം. ഒന്നുകൂടി കിണ്ടി കേൾക്കണോ? വേണ്ട അല്ല, സന്തോഷമായി. ആയിക്കോട്ടെ. അപ്പോ ഇത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് ചിന്തകള് അല്ലേ? ചിന്തകളുള്ള ആളുകളാണ് നമ്മുടെ നാടിന് ആവശ്യം. എന്നാ 2025 പറഞ്ഞപ്പോഴേ കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിതരായ കുറെ കുട്ടികൾക്ക് വേണ്ടി കുറെ ചിന്തയുമായി ദയാബായി എന്ന് പറയുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമ ഒരു അമ്മ എറണാകുളത്ത് വരികയുണ്ടായി. ആ തലയിൽ ഉദിച്ച ചിന്തകൾ, ആ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുള്ള ചിന്തകൾ ആരുണ്ടായില്ല. ആ ചിന്തകളെ സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് യുവാക്കൾ കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഒരു സ്ഥലത്തുനിന്ന് യുവാക്കൾ ഉണ്ടായില്ല. പക്ഷേ ഈ ചിന്തയുടെ വള്ളിയൊന്ന് മാറ്റിയിട്ട് വേറൊരു വിദ്യാർത്ഥി വന്നു. എറണാകുളത്ത് യുവാക്കന്മാരുടെ ബഹളായിരുന്നു അല്ലേ? എന്താ കാര്യം? ആരാന്ന് ഞാൻ പറയണില്ല കേട്ടോ. എന്താ വെച്ചാല് കുന്തി ദേവിയുടെ കഥ പറഞ്ഞുകൊണ്ട് കുണ്ടി തപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസം ജയിലിലൊക്കെ പോയി ഒരു വിദ്വാൻ. ആരാന്നും പറയല്ല. പിടുത്തം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതും ഞാൻ പറയാൻ നിൽക്കണില്ല. അപ്പൊ അതിലേക്കൊക്കെയാണ് നമ്മുടെ നാടിന്റെ പോക്ക്. എന്തായാലും നല്ലൊരു നന്മയുള്ള നാടിനെ സൃഷ്ടിക്കാനായിട്ട് ഈ പുതിയ തലമുറയ്ക്കൊക്കെ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവാലയ തിരുമുറ്റത്തു നിന്ന് നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് തൽക്കാലം ഈ വേഷം ഇവിടെ നിന്ന് വിട വാങ്ങുകയാണ്. നമുക്ക് സമയത്തിന്റെ പരിധി അറിയാലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടികളുടെ പരാതി ഇപ്പൊ ഞാൻ തീർക്കാം. മിഠായിക്കാണല്ലേ? ശരി, ഇപ്പൊ വരാട്ടെ. സ്റ്റേജിന്റെ ബാക്കിലേക്ക് വന്നാൽ മതി കേട്ടോ. ഒരു കൈയടി കുട്ടികൾക്ക് കൊടുത്ത്. അപ്പൊ തൽക്കാലം ഈ വേഷം വിട വാങ്ങുകയാണ്. അപ്പൊ ആരെങ്കിലുമൊക്കെ ആക്ഷേപിച്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചാക്യാർകൂത്തിന്റെ ഭാഗമായിട്ട് എടുക്കുക. അല്ലാണ്ട് ഇത് കഴിയുമ്പോൾ അവിടെ വന്ന് ചാക്യാരെ പിടിച്ച് കുത്താനുള്ള ഭാഗമായിട്ട് എടുക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് വേദിയിൽ നിന്ന് വിട വാങ്ങുന്നേ. ഹൈ